ഉറുദു മുസ്ലിമിന്റെ ഭാഷയാണെന്ന് കരുതിയാൽ തെറ്റി. ഉറുദു അങ്ങനെ ഒരു മതവിഭാഗത്തിന്റെ ഭാഷയല്ല എന്ന് സുപ്രീം കോടതി. ഉറുദു മാത്രമല്ല, ഹിന്ദിയും ഒരു മതവിഭാഗത്തിന്റെ മാത്രം ഭാഷയല്ല. ഓരോ ഭാഷയെയും ഓരോ മതവിഭാഗവുമായി കൊണ്ടുവന്നതിന് പിന്നിൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന കൊളോണിയൽ സംസ്കാരമാണ്. ഉറുദു മുസ്ലിങ്ങളുടെ ഭാഷയായി കാണേണ്ടതെന്നും ഉറുദു ഭാരതത്തിൽ രൂപം കൊണ്ട ഭാഷയാണ്. ഭാഷകളെ ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനാകില്ല. ഹിന്ദുവിന്റെ ഭാഷയാണ് ഹിന്ദി എന്നും മുസ്ലിമിന്റെ ഭാഷയാണ് ഉറുദു എന്നതും കൊളോണിയൽ ശക്തികൾ മതഭിന്നത ഉണ്ടാക്കാൻ വിഭജിച്ച ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നതും. എന്നാൽ ഈ നിലപാടിനെ തിരുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സുപ്രീം കോടതി. ഒരു ഭാഷയുടെ പേര് പറഞ്ഞുകൊണ്ട് രണ്ട് മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ കൊളോണിയൽ കാലത്ത് നടന്ന നീചമായ പ്രവൃത്തികളുടെ ഒരു പരിണിത ഫലം തന്നെയായിരുന്നു ഉറുദു മുസ്ലിങ്ങൾക്ക് മാത്രമായുള്ള ഭാഷ എന്ന് പറയുന്നത്. ഹിന്ദുവിന് മാത്രമുള്ള ഭാഷ എന്നുള്ളത് ഒരു വിവേചനം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് ഇന്ത്യയിൽ ജനിച്ച ഭാഷയാണ് എന്നതാണ്. ഉറുദു ഭാഷയെക്കുറിച്ചും നമ്മൾ ഇന്ത്യക്കാർക്ക് ഇനി അഭിമാനിക്കാം. ഉറുദു ഭാഷ ജനിച്ചത് ഇന്ത്യയിലാണ് എന്നും അതിനെ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെടുത്തരുത് എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ പാഡൂർ മുനിസിപ്പൽ കെട്ടിടത്തിലെ ഉറുദു ബോർഡുകൾക്ക് എതിരായ ഹർജി തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായ തീരുമാനം ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നതും. എന്നാൽ ഭരണഘടനയിൽ മറാഠിക്കും ഉറുദുവിനും ഒരേ സ്ഥാനമാണുള്ളതെന്നും അതിനാൽ ഉറുദു ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ല എന്നും മാത്രമല്ല, കൊളോണിയൽ ശക്തികൾ മതഭിന്നത ഉണ്ടാക്കാൻ ഉറുദുവിനെയും ഹിന്ദിയെയും മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിച്ചു. ഹിന്ദിയെ ഹിന്ദുക്കളുടെ ഭാഷയെന്നും ഉറുദു മുസ്ലിങ്ങളുടെ ഭാഷയെന്നും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്നും പേർഷ്യൻ ഭാഷയുമായി സാമ്യമുള്ള ഉറുദു വിദേശ ഭാഷയാണെന്ന തെറ്റായ കാഴ്ചപ്പാടുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണ്. ഹിന്ദിയും മറാഠിയും ഒരേപോലെ ഇൻഡോ ആര്യൻ ഭാഷയാണ് ഉറുദു എന്നും ഇത് ഇന്ത്യയിൽ ജനിച്ച ഭാഷയാണ് എന്നാണ് ജസ്റ്റിസ് മരിയ സുധാൻഷു ധൂലിയ അതുപോലെ കെ വിനോദ് ചന്ദ്രൻ എന്നിവർ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും. പാഡൂർ മുനിസിപ്പാലിറ്റിയുടെ മുൻ കൗൺസിലർ വർഷാധായ് സഞ്ജയ് ഉറുദു ബോർഡുകൾക്കെതിരായ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു സുപ്രധാന വിധി വന്നിരിക്കുന്നതും. ബോർഡുകൾ മറാഠി ഭാഷയിൽ മാത്രമേ പാടുള്ളൂ എന്നതായിരുന്നു വർഷങ്ങളായി അവർ വാദിച്ചിരുന്നത്. എന്നാൽ ഭരണഘടനയിൽ മറാഠിക്കും ഉറുദുവിനും ഒരേ സ്ഥാനമാണുള്ളതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചതോടെയാണ് ഈ സുപ്രധാന വിധി വന്നത്. അതേസമയം ഒരു ഔദ്യോഗിക ഇന്ത്യൻ ഭാഷയും പാകിസ്ഥാനിലെ ദേശീയ ഭാഷയുമാണ് ഉറുദു. ദില്ലിയിലെ സുൽത്താൻ വംശത്തിന്റെ കാലത്ത് ഭാഷയിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ്. മുഗളരുടെ കാലത്ത് പേർഷ്യൻ, അറബി, തുർക്കിഷ് എന്നീ ഭാഷകളുടെ സ്വാധീനത്താൽ വികസനം പ്രാപിച്ചതുമായ ഭാഷയാണ് ഉറുദു. ഭാരതത്തിൽ ഏകദേശം 4.8 കോടി ആളുകൾ മാതൃഭാഷയായി ഈ ഭാഷ സംസാരിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ദില്ലി, ജമ്മു കാശ്മീർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായും ഉറുദു സംസാരിച്ചു വരുന്നതും. പാകിസ്ഥാനിൽ ഉറുദു പ്രധാന ഭാഷയായി സംസാരിക്കുന്നവരുടെ എണ്ണം 1 കോടിയോളമാണ്. ഇന്ത്യയുടെ വിഭജനത്തിന് മുൻപ് ഇന്നത്തെ ഉറുദുവും ഹിന്ദിയും ഹിന്ദുസ്ഥാനി എന്നോ ഉറുദു എന്നോ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അക്കാലത്ത് മുൻപുള്ള ഉറുദുവിന്റെയും ഹിന്ദുസ്ഥാനിന്റെയും ചരിത്രം ഒന്നു തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.